ഹായ് ഓൾ, ഇന്ന് കണ്ണൻ്റെ പിറന്നാളാണ്. അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ വീട്ടിൽ നിന്ന് തന്നെ കേക്ക് കട്ട് ചെയ്ത് ആഘോഷം നടത്താമെന്ന് വിചാരിച്ച്. കഴിഞ്ഞ തവണ കണ്ണൻ്റെ പിറന്നാൾ നമ്മൾ UAE തവണ അത് നാട്ടിലായി. അതുകൊണ്ട് തന്നെ കണ്ണൻ്റെ അച്ഛന് ഈ പ്രാവശ്യത്തെ ആഘോഷങ്ങളിലെല്ലാം നമ്മൾ നല്ലോണം മിസ് ചെയ്തു. ഒരുപാട് വലിയ ഫംഗ്ഷൻ ഒന്നും അല്ലെങ്കിലും നമ്മളതിൽ കഴിയുന്ന രീതിയിൽ കളറാക്കാൻ നമ്മൾ മാക്സിമം നോക്കും. നമ്മളെ മലബാറിലെല്ലാം എന്ത് ആഘോഷം ഉണ്ടെങ്കിലും ബിരിയാണിയാണ് മെയിൻ. അപ്പൊ നമ്മൾ ഇത്തവണ ബിരിയാണി തന്നെ ഏട്ടിമ്മ ബിരിയാണിന്റെ ദമ്മെല്ലാം പൊട്ടിച്ച് സെറ്റ് ആക്കാനുള്ള പരിപാടിയാണ്. ഇതെന്റെ മാമയാട്ടോ, മൂപ്പർ പായസത്തിന്റെ പരിപാടിയിലുള്ളത്. വീട്ടിലിങ്ങനെ ആൾക്കാർ വരുന്നതും അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആക്കുന്നതും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കുടുംബത്തിലോ അല്ലെങ്കിൽ അയൽപ്പക്കത്തെല്ലാം കല്യാണം വരണം. അതൊരു ആർമാദിക്കൽ തന്നെയാണ്. ഗാനമേളയും ഡാൻസും ഇപ്പൊ യൂട്യൂബിൽ കാണുന്ന കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള ഡാൻസ് ഒന്നും അല്ലട്ടാ, അപ്പം കിട്ടുന്ന സ്റ്റെപ്പ് ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു രീതി. ഇതിന്റെ എല്ലാം ഒരു സന്തോഷം കുറേ കഴിഞ്ഞാലും നമുക്ക് കണ്ണന് ആനിമൽസിന് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ആനിമൽ തീമിലുള്ള ഒരു കേക്കാണ് നമ്മൾ ഇപ്രാവശ്യം സെറ്റ് ചെയ്തത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു. എൻ്റെ എല്ലാം കുട്ടിക്കാലത്തെ പിറന്നാളാഘോഷം ഇത്രയൊന്നും കളർഫുൾ അല്ലേനും. എന്നാലും അമ്പലത്തിൽ പോക്കും സദ്യയും പായസമൊക്കെ ഉണ്ടാക്കലും അതുപോലെ രാത്രിയാവുമ്പോൾ ബന്ധുക്കളെയും അയൽപക്കത്തുള്ളവരെല്ലാം വിളിച്ച് നമ്മളെ വലിയ കോലായിൽ ചമ്മണം പടഞ്ഞിരുന്നിട്ട് പായസം കൊടുക്കുന്നതും എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർമ്മയിലുണ്ട്. പണ്ടായാലും ഇപ്പായാലും ആഘോഷങ്ങൾ വലുതോ ചെറുതോ എന്തോ ആവട്ടെ, പക്ഷെ വീട്ടിൽ വരുന്ന അതിഥികൾക്ക് നമ്മൾ എപ്പോഴും വയറും മനസ്സും നിറയുന്ന സ്നേഹത്തോടെയുള്ള സ്വീകരണം കൊടുക്കും. എന്നെപ്പോലെ തന്നെ കണ്ണനും ഭയങ്കര ഹാപ്പിയാണ്. ആൾക്കാർ വരുന്നതും അതുപോലെ ഇന്നിങ്ങനെ എന്തെങ്കിലും ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതെല്ലാം അവന് വലിയ കാര്യമാണ്. അങ്ങനെ ഓരോ സ്നേഹ സമ്മാനങ്ങൾ കൊടുത്ത് വന്നവരെല്ലാം കണ്ണനെ നല്ലോണം സന്തോഷിപ്പിച്ചു. കണ്ണനും മാത്രമല്ല കേട്ടാ, നമുക്കും വലിയ സന്തോഷം തന്നെയായി. നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഒത്തുകൂടലെല്ലാം വേണം. എല്ലാവരും ഒന്നിച്ച് വർത്താനം പറയലും ഭക്ഷണം കഴിക്കലും ഈ സമയങ്ങളൊന്നും നമുക്ക് ഇനി ഒരിക്കലും ജീവിതത്തിൽ തിരിച്ചു കിട്ടണമെന്നില്ല. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ആഘോഷം എന്ന ഒരു രീതിയാണ് എനിക്കുള്ളത്. പണ്ടുള്ളവർ പറയലില്ലേ, നമ്മൾ കുറേ ചിരിച്ചാല് നമ്മൾ വിഷമിക്കുന്നു. വെറുതെ പറയുന്നത് കേട്ടോ. വലുതായപ്പോഴാണ് എനിക്ക് അതിന്റെ സത്യാവസ്ഥ ശരിക്കും മനസ്സിലായത്. നിങ്ങൾ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് സംഭവം. ഇന്നത്തെ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് അതിന്റെ ഇരട്ടി സന്തോഷം കണ്ടെത്താനുള്ള അവസരം വരുന്ന. അതുകൊണ്ട് ഒരു നിമിഷം പോലും കഴിഞ്ഞതിനെ പറ്റി ആലോചിച്ച് വെറുതെ സങ്കടപ്പെടാണ്ട് നിങ്ങൾ സന്തോഷിക്കുക, മറ്റുള്ളവരെ നിങ്ങൾ പോലെ സന്തോഷിപ്പിക്കുക. അങ്ങനെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവസാനത്തെ പന്തിയിൽ ഞാനും അടുത്തമ്മയൊക്കെ ആയിരുന്നു. ബിരിയാണിനെ പറ്റി പിന്നെ ഒന്നും പറയണ്ട, സൂപ്പറായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഒരു ലൈക്കും കൂടി തരണേ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.